ഇതൊക്കെയാണ് ഫാന്. ഇതൊന്നും നോക്കിയേ, 3 ടൈപ്പിൽ കളറുകൾ മാറ്റാം, 5 ലെവൽ വരെ ബ്രൈറ്റ്നസ് ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഫാനിൽ തന്നെ തന്നേക്കുന്നത്. എന്താല്ലേ? ഇനിയോ എത്ര മൊബൈലിൽ നിന്നും ലോകത്ത് എവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു ഫാൻ. അമ്പടാ. അല്ല, നിങ്ങളിപ്പോ ആ നോർമൽ ഫാനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചുമ്മാ പറഞ്ഞല്ല, ഈ ഫാനിലൊക്കെ ഉള്ള ഫീച്ചേഴ്സും കറണ്ട് ലാഭമൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഫാനൊക്കെ എടുത്ത് തോട്ടിൽ കളയും. പിന്നെ തോട്ടിൽ കളയുന്നത്, തോട്ടിലൊന്നും കളയില്ല, വേറെ ഏതെങ്കിലും റൂമിലേക്ക് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യും, ഉറപ്പാണ്. കാണാൻ ലുക്കുള്ള റിമോട്ട്, ആപ്പ്, വോയിസ് കമാൻഡ് കൺട്രോളിങ്, ലൈറ്റ്, 65% വരെ കറണ്ട് ലാഭിക്കാം. ഇതൊക്കെയുള്ള ഒരു നല്ലൊരു മോഡലാണ് ആറ്റംബർഗിന്റെ ഐറിസ് സ്റ്റാർ ലൈറ്റ് എന്നുള്ള ഈ ഒരു സീലിംഗ് ഫാൻ. അപ്പൊ എങ്ങനെ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ചൊന്നും അറിയണ്ടേ? വാ, കാണിച്ചു തരാം. പിന്നെ ഇതാ ഈ കാണുന്നതാണ് ഇതിന്റെ ബോക്സ് വരുന്നത്. ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ആറ്റംബർഗിന്റെ ഫാനിന്റെ ബോക്സ് പോലൊക്കെ തന്നെയാണ്, അതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈറിസ് സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് തന്നെ ഹൈറിസ് എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ട്. അതിന് ആ ഒരു വലിയ വട്ടത്തിലുള്ള ലൈറ്റ് ഉണ്ടാവില്ല, അതിന് പകരം ഒരു ചെറിയ ആറ്റംബർഗിന്റെ ഒരു ലോഗോ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ 2 മോഡൽ ഉണ്ട്, അതിനനുസരിച്ച് പ്രൈസിലും മാറ്റം വരുന്നുണ്ട്. ഇനി ബോക്സിനുള്ളിൽ 1200 mm വരുന്ന ഒരു ബ്ലേഡ് സെറ്റ്, ഒരു റിമോട്ട്, മോട്ടർ, 2 കനോപ്പീസ്, ഒരു ഡൗൺ റോഡ്, ഒരു ഷക്കിൾ കിറ്റ്, യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്. ഇത്രയും സാധനങ്ങളായിരിക്കും വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുക. ഇനി ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ നോർമൽ ഫാൻ എങ്ങനെയാണോ ഫിറ്റ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ്. സ്മാർട്ട് ആണെന്ന് വെച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റാളേഷൻ എക്സിക്യൂട്ടീവിനൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള ഇലക്ട്രീഷ്യനെയും വിളിച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ് സംഭവം. ഫിറ്റിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ എന്താ അല്ലേ, കാണാൻ തന്നെ വേറൊരു ലുക്കാണ്. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓർവ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. നോർമൽ ഫാനും ഈ ഒരു BLDC അല്ലെങ്കിൽ ഈ ഒരു മോഡലും തമ്മിൽ എത്രത്തോളം ലുക്കിൽ മാറ്റമുണ്ട് എന്നുള്ളത്. നല്ല മാർബിൾ വൈറ്റിൽ അത്യാവശ്യം കാണാൻ പ്രീമിയം ലുക്കും നീറ്റുള്ള ഗ്ലോസി ഫിനിഷിലുള്ള ഡിസൈനാണ്. ഇതിന്റെ തന്നെ ഡാർക്ക് ടീക്ക് വുഡ് എന്ന് പറഞ്ഞുള്ള വേറൊരു കളറും അവൈലബിൾ ആണ്. എന്തായാലും രണ്ടും കാണാൻ അടിപൊളിയാണ്. ഇതിലെ 5 സ്റ്റാർ റേറ്റഡ് BLDC ടെക്നോളജി അലുമിനിയം ബോഡി മോട്ടറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 65% ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. സാധാരണ ഒരു ഫാൻ എത്രത്തോളം വാട്ട്സ് എടുക്കും എന്നുള്ളത് അറിയാലോ, ഏകദേശം 70 to 80 വാട്ട്സ് വരെ എടുക്കും. എന്നാൽ ഇത് മാക്സിമം സ്പീഡിൽ ഇട്ടാൽ തന്നെ 39 വാട്ട്സ് ആണ് പവർ കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ ഒരു ഇൻവേർട്ടറിലും യാതൊരു ഇഷ്യൂ ഇല്ലാതെ വർക്ക് ചെയ്യും. നമ്മുടെ സാധാരണ ഫാൻ അറിയാലോ, വണ്ടി മൂളുന്ന പോലെ ഊ ഊ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സൗണ്ട് വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സംഭവം ഇതിനുണ്ടാവില്ല. മാക്സിമം 280 RPM സ്പീഡാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാനിന്റെ ബ്ലേഡുകളെല്ലാം ABS മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലേഡിന്റെ ഡിസൈനും ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ഫാനുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ നോയ്സും കുറവുണ്ട്. ഞാനൊരു ചെറിയ സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പീഡിലാണ്, ഇതിന്റെ സൗണ്ട് ഇതാണ്. ഇനി ഞാൻ മാക്സിമം സ്പീഡിൽ ഇടുകയാണ്, എങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ മാക്സിമം സ്പീഡിലുള്ള നോയ്സ് വരുന്നത്. നോയ്സ് വളരെ കുറവാണ്. ഈ ഫാൻ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു റിമോട്ടിലാണ്. 5 സ്പീഡ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റ് മോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ മാക്സിമം പവറിൽ ഇത് വർക്ക് ചെയ്യും. സാധാരണ ഇതിൽ ടൈമർ മോഡും കൂടെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്തവണ മൊബൈൽ ആപ്പിലൂടെയാണ് അത് ചെയ്യാൻ പറ്റുക. പിന്നെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും ഉണ്ട്. ഇനി സാധാരണ ഫാനിൽ കിട്ടാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഈ സാധനത്തിലുണ്ട്, കാണിച്ചു തരാം. ഈ ഫാനിൽ ഇൻബിൽഡ് ആയിട്ട് അത്യാവശ്യം ബ്രൈറ്റ് ഉള്ള റൗണ്ട് LED ലൈറ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി പല സമയങ്ങളിലും ഉപകാരപ്പെടുത്താം. റിമോട്ടിൽ തന്നുള്ള ഈ ബട്ടൺസ് ഒക്കെ ഉപയോഗിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാം. 3 കളർ മോഡ്സ് ഉണ്ട്, കൂള്, ഡേ ലൈറ്റ്, വാം. ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ബട്ടൺ യൂസ് ചെയ്ത് ഇതുപോലെ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടണും കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് കാണാൻ തന്നെ നോക്കിയേ, അതും ഫാനിലും കൂടെ ആയപ്പം വേറൊരു വൈബില്ലേ ഉണ്ട്. ഇനി റിമോട്ടിൽ മാത്രമല്ല, ലോകത്ത് എവിടെ നിന്നുകൊണ്ടും വീട്ടിലുള്ള ആർക്കും എവിടെ എല്ലാവരും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇരുന്നുകൊണ്ടും ഈ ഫാൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും എന്ത് വേണമെങ്കിലും ചെയ്യാം. ആറ്റംബർഗിന്റെ തന്നെ ആപ്പ് ഉണ്ട്. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന എല്ലാം മൊബൈലിലൂടെയും കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതുപോലെ വേണ്ട ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ബൂസ്റ്റ് മോഡ് അവൈലബിൾ ആണ്. ടൈമർ ഇതുപോലെ വേണ്ടത് ഏതാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം.
പെർഫോമൻസ് അനലറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ഫാൻ എത്ര യൂസ് ചെയ്തു, അതിൽ നിന്ന് എത്ര കറണ്ട് നമുക്ക് ലാഭിച്ചു, അങ്ങനെ എല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതിനൊക്കെ പുറമെ ഗസ്റ്റ് മോഡ് ഓപ്ഷനും ഇതിലുണ്ട്. ഇനി അഥവാ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും ബ്ലൂടൂത്ത് യൂസ് ചെയ്തുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതിൽ അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് ഇതൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സാമ്പിൾ കാണിച്ചു തരാം. അലക്സ, ടേൺ ഓൺ ഫാൻ. Alexa, fan speed 5. 2 years പ്ലസ് എക്സ്ട്രാ 1 ഇയർ വെബ്സൈറ്റ് രജിസ്ട്രേഷൻ വാറണ്ടിയും അങ്ങനെ 3 വർഷത്തെ വാറണ്ടി കമ്പനി തരുന്നുണ്ട്. പിന്നെ ആറ്റംബർഗിന്റെ സർവീസ് ഞാൻ പേഴ്സണൽ ആയിട്ട് അനുഭവിച്ചതാണ്. പക്ക എന്ന് പറഞ്ഞാൽ പക്കയാണ്. ഇത് ആറ്റംബർഗിന്റെ സ്മാർട്ട് 2.0 സീരീസിൽ വരുന്ന ഫാനുകളാണ്. ഇതിൽ തന്നെ വേറെയും പല മോഡലുകളിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. അതിനനുസരിച്ച് പ്രൈസിലും ഡിഫറൻസ് ഉണ്ട്. ഇതുപോലുള്ള ഹൈറിസ് മോഡലുകൾ റെനിസ സ്മാർട്ട് പ്ലസ് എന്നുള്ള ഈ ഒരു ടൈപ്പ് മോഡലുള്ള ഫാനുകൾ, അതേപോലെ തന്നെ സ്റ്റുഡിയോ സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു മോഡല്, പിന്നെ എറിക്ക സ്മാർട്ട് എന്ന് പറഞ്ഞുള്ള ഇങ്ങനെയുള്ള മോഡലുകൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മോഡലുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ എല്ലാ മോഡലിന്റെയും ഡെഡിക്കേറ്റഡ് ആയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഇന്റീരിയറിനൊക്കെ അനുസരിച്ച് ഏതാണ് മോഡൽ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പൊ കണ്ടല്ലോ ഈ ഒരു മോഡൽ എന്തൊക്കെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എന്തൊക്കെ ലാഭമാണ് നമുക്ക് വരുത്തി തരുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാം കൊണ്ട് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മോഡലും അതുപോലെ തന്നെ ഈ ഒരു സീരീസിൽ വരുന്ന എല്ലാം. അപ്പൊ ഇതിന്റെ പ്രൈസ് ആൻഡ് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള പ്രൈസും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഫാനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറ്റിയോ ഇല്ലയോ, എന്തൊക്കെ വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.